We shall now discuss about gravitational field. ഇപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ ചുറ്റും നമുക്കറിയാം there is a magnetic field. ആ ഫീൽഡിൽ നമ്മൾ വേറൊരു മാഗ്നറ്റിനെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ കൊണ്ടുവന്നാൽ അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാകുന്നു. അതേപോലെ ഒരു ചാർജിൻ്റെ ചുറ്റും there is an electric field. അതേപോലെ there is an attractive field around a mass. ആ ഫീൽഡിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസിൻ്റെ അടുത്ത് നമ്മൾ വേറൊരു മാസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ the two masses will, അപ്പോൾ ഒരു ക്യാപിറ്റൽ എം എന്നുള്ള മാസിൻ്റെ അടുത്ത് വേറൊരു സ്മോൾ എം മാസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ the two masses will attract each other. ആ അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് വെരി വെരി വീക്ക് അല്ലെ, വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ ദ സ്പേസ് എറൗണ്ട് എ മാസ് ഇൻ വിച്ച് അനദർ മാസ് will experience a force of attraction, will experience a force of gravitational attraction is called gravitational field. ഇനി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫീൽഡ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ് ആണ്. അതിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് എനി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് മാസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാസ്, ഈ മാസിന് ചുറ്റും നമുക്കറിയാം there is a gravitational field. അപ്പോൾ ഈ പോയിന്റിൽ which is at a distance r from the center of the mass, നമ്മളൊരു സ്മോൾ m മാസ് വെക്കുന്നു. ഡിസ്റ്റൻസ് ആറിൽ വലിയ മാസിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസിൽ നമ്മളൊരു ചെറിയ മാസ് സ്മോൾ എം വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോൾ എം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് സ്ട്രെങ്ത് ഓർ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് മാസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. ഇനി എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ എം ആൻഡ് സ്മോൾ എം, അതായത് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലെ, ജി എം എം ബൈ ആർ സ്ക്വയർ ആണ്. അതിനെ ബൈ എം ചെയ്യണം. സോ വി വിൽ ഗെറ്റ് the formula as gm by, ഈ എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു, gm by r square. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റിൻ്റെ ഫോർമുല, gm by r square, where r is the distance between the centers of the two masses. ഇനി നമ്മൾ ഈ ആറിനെ നമുക്ക് ഇപ്പോൾ എർത്ത് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, വലിയ മാസ് എർത്താണ്, എർത്തിൻ്റെ സർഫസിലാണ് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നതെങ്കിൽ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ എന്നിടാം അല്ലേ. അപ്പോൾ ജി എം ബൈ ആർ സ്ക്വയർ, ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്മോൾ ജി. അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി ഓൺ ദി എർത്ത് സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വരും. Now we shall see what is meant by gravitational potential energy. അപ്പോൾ gravitational potential energy of a body at a point in the gravitational field, ഈ ഫീൽഡിലുള്ള ഒരു പോയിന്റിൽ what is the potential energy എന്ന് ചോദിച്ചാൽ it is the work done to bring the body from infinity to that point against the gravitational force of the field. അതായത് ഇപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് മറ്റൊരു മാഗ്നറ്റിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അതേപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്താലേ നമ്മൾ വേറൊരു മാസിനെ നമുക്ക് ആ ഫീൽഡിൽ കൊണ്ടുവയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പം മാഗ്നറ്റ് ആകുമ്പോൾ നമുക്കറിയാം, ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്ത് നോർത്ത് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ സൗത്ത് കൊണ്ടുവരികയാണെങ്കിലും അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ അല്ലേ. അപ്പോൾ ആ ഫോഴ്സിന് എഗൻസ്റ്റ് ആയി വർക്ക് ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് മാഗ്നറ്റിനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചെയ്യുന്ന വർക്കാണ് മറ്റേ രണ്ടാമത്തെ മാഗ്നറ്റിലെ എനർജി ആയിട്ട് സ്റ്റോർഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിന് പകരം മാസ്സാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് എ പോയിന്റ് ഇൻ എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ബോഡി ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എഗൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ ഫീൽഡ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ സപ്പോസ് നമുക്ക് എർത്തിൻ്റെ കേസ് എടുക്കാം. എർത്ത് ഈസ് ഹാവിങ് മാസ് എം, റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, മാസ് ഓഫ് എർത്ത് ഈസ് ക്യാപിറ്റൽ എം. നമ്മൾ ഒരു ബോഡി ഓഫ് മാസ് എം
അതിനെ നമ്മൾ ദൂരെ നിന്ന് ഇൻഫിനിറ്റി വളരെ ദൂരെ നിന്ന് ഈ പോയിന്റിലാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ദർ ഇസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലേ, ഇതിൻ്റെ ചുറ്റും എർത്തിൻ്റെ ചുറ്റുമുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗൻസ്റ്റ് വർക്ക് ചെയ്താലാണ് നമുക്ക് ഇവിടെ വെക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ദൂരം, ഈ പോയിന്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദി എർത്ത്, ഈ ദൂരം r ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ബോഡിനെ നമ്മൾ ചെറുതായിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ബിയിലേക്ക് സ്മോൾ dr ഇത്രയും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് W=F.dr. അല്ലേ, ചെറിയൊരു ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഈ മാസിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് F.dr ആണ്. അപ്പോൾ F.dr cos 0 എന്ന് വരും, കാരണം ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ cos 0, അതായത് F.dr എന്ന് എടുത്താൽ മതി. ദ സ്മോൾ വർക്ക് ഡൺ dW=F.dr. ഇനി F എന്ന് പറയുന്നത് എന്താണ്? രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സാണ്. Gmm/r²dr ആണ് സ്മോൾ വർക്ക് ഡൺ. നൗ സപ്പോസ് വി ആർ മൂവിങ് ദ ബോഡി from a point distant r1 from the center to a point b distant r2 from the center Oയിൽ നിന്ന് വാട്ട് ഈസ് ദ ചെറിയ ഡിസ്റ്റൻസ് dr മൂവ് ചെയ്യാൻ dw വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് ദ ബോഡി ഫ്രം r1 to r2, r1 എന്നുള്ള പോയിന്റിൽ നിന്ന് r2 എന്നുള്ള പോയിന്റ്, ഇപ്പോൾ എ എന്നുള്ളത് r1 ഡിസ്റ്റൻസിലാണ് വിചാരിക്കുക, എന്നിട്ട് നമ്മൾ ബിയിലേക്ക് മൂവ് ചെയ്യുന്നു, r2 ഡിസ്റ്റൻസിലുള്ള പോയിന്റാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ r1 to r2 F.dr ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Gmm/r²dr എന്നാണ്. അതിൽ Gmm എന്നുള്ളത് കോൺസ്റ്റൻസ് ആണ്, അത് ഇൻ്റഗ്രേഷൻ സൈനിൻ്റെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇൻ്റഗ്രൽ r1 to r2 1/r²dr, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ ഒരു ഫോർമുല ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറയുന്നത് x⁻n+1/n+1 ആണ്. ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 1/r², 1/r² എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? r⁻⁻² എന്ന് എഴുതാം. ഈ താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള r² മുകളിലേക്ക് പോകുമ്പോൾ r⁻⁻² dr എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു r⁻n പകരമാണ് ഇവിടെ -2, അപ്പോൾ -2 + 1/-2 + 1, അതായത് r⁻⁻2 + 1 എന്താണ്? -1/-2 + 1 -1. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈ r⁻⁻1 എന്ന് പറയുന്നത് 1/r ആണ് അല്ലേ, 1/r-നെയാണ് നമ്മൾ r⁻1നെ മുകളിലേക്ക് എടുക്കുമ്പോൾ അത് r⁻−1 ആവുകയാണ്. അപ്പോൾ ദിസ് ഈസ് -1/r ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറഞ്ഞാൽ x⁻n+1/n+1. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇൻ്റഗ്രൽ r⁻−2 dr ആണ്. അപ്പോൾ -2 + 1 /-2 + 1, -2 + 1 പറയുന്നത് -1, r⁻−1 എന്ന് പറഞ്ഞാൽ 1/r, അപ്പോൾ ആൻസർ എന്താണ്? -1/r. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ ചെയ്തവിടെ Gmm എന്നുള്ളത് പുറത്ത് എടുത്തു. ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ എന്താണ്? -1/r. ഇതിന് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ r1ഉം r2ഉം ആണ്. ഓക്കെ, ഈ ഇതിനെ മൈനസ് സൈനിനെ പുറത്തേക്ക് എടുക്കുക, മൈനസിനെ പുറത്തേക്ക് എടുത്തിട്ട് -Gmm എന്ന് എഴുതി. പിന്നെ ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇൻ്റഗ്രേഷൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. അടുത്ത കൊല്ലം നിങ്ങൾ മാത്സിൽ അത് ഫുള്ളായിട്ട് പഠിക്കും എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/r2, ഇതിലെ മൈനസ് ഓൾറെഡി പുറത്തേക്ക് എടുത്തു, അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1/r1, അപ്പോൾ -Gmm into 1/r2 minus 1/r1. This is the formula for the total work done. ഈ ചെയ്യുന്ന വർക്കാണ് ബോഡിയിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർഡ് ആവുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ചെറിയൊരു ഡിസ്റ്റൻസ് dr മൂവ് ചെയ്യാൻ F.dr ആണ് വർക്ക്. അപ്പോൾ r1ൽ നിന്ന് r2 എന്നുള്ള ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രൽ r1 to r2 1/r² dr ചെയ്യുമ്പോൾ ഈ 1/r²ൻ്റെ ആൻസറാണ് -1/r.
അപ്പോൾ മൈനസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നെഗറ്റീവ് വാല്യൂ ആണ്. -gmm ഇൻറ്റു 1/r2 മൈനസ് 1/r1 എന്നുള്ളതാണ് ജനറൽ ഫോർമുല ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നൗ what the work done in moving the body from infinity to a point distant r from the center. ഇൻഫിനിറ്റിയിൽ നിന്ന്, അപ്പോൾ r1 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ് ആദ്യത്തെ ഡിസ്റ്റൻസ്. എന്നിട്ട് r2 എവിടെയാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്? ടു എ പോയിന്റ് ഡിസ്റ്റന്റ് r ഫ്രം ദി സെൻറ്റർ. that is the gravitational potential energy of the body at r. So the general formula for gravitational potential energy പറയുന്നത് -gmm ഇൻറ്റു 1/r2 എന്നുള്ളതിന് പകരം നമ്മൾ r എന്ന് എടുക്കുന്നു, r1ന് പകരം ഇൻഫിനിറ്റി എന്ന് എടുക്കുന്നു. അപ്പോൾ r1ൽ നിന്ന് r2ലേക്ക് മൂവ് ചെയ്യാൻ ചെയ്യുന്ന വർക്കാണ് -gmm ഇൻറ്റു 1/r2 മൈനസ് 1/r1. ഇനി നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു മൂവ് ദ ബോഡി ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് r. സോ ആദ്യത്തെ പോയിന്റ് r1 എന്നുള്ളത് ഇൻഫിനിറ്റിയും രണ്ടാമത്തെ r2 എന്നുള്ളത് r ഉം ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/∞ എന്ന് പറയുന്നത് 0 ആണ്. 1/∞ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -gmm, ഈ ടേം 0 ആയി, ബൈ r. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഫോർമുല -gmm/r ആണ്. ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ്, വിച്ച് മീൻസ് ദാറ്റ് ദി ബോഡി ഈസ് ബൗണ്ട് ടു ദിസ് ബിഗർ മാസ്, ഓർ വി ക്യാൻ സേ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു മാസസ് ഈസ് അട്രാക്റ്റീവ്. Negative sign shows that the force between the two masses is attractive. ഒന്ന് മറ്റേലേക്ക് ബൗണ്ട് ആണ് എന്നാണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പറയുന്നത് 0 ആണ് മാക്സിമം വാല്യൂ. അതായത് ഈ ബോഡി ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് പുറത്താവുമ്പോൾ അതിന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വാല്യൂ ആണ്. and that value is equal to 0. At infinite distance from the bigger mass, the gravitational potential energy is 0.